മറ്റേ ഒരു ഇവന്റിന് എന്തോ ഇങ്ങനെ പറഞ്ഞു ടിക്ടോക്കിലൂടെ ഫേമസ് ആയ ഷാജു ശ്രീധർന്ന്. ശരിക്കും നടന്ന സംഭവം? നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഇപ്പോഴുണ്ട്. ഇപ്പോഴും പറയുന്ന വെച്ചാൽ 31ാമത്തെ വർഷമാണ് സിനിമ. അപ്പോൾ 31ാമത്തെ വർഷത്തിന് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ഈ സിനിമ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇൻട്രോ കൊടുക്കുന്നതിന് പകരം സിമ്പിളായിട്ട് പറയണം, ടിക്ടോക്കിലൂടെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര പരിചിതരായെന്നൊക്കെ. അങ്ങനെയൊക്കെ ടിക്ടോക്ക് മിമിക്രി അല്ല, സീരിയലല്ല, സിനിമയല്ല, ഒന്നുമല്ല, ടിക്ടോക്ക്. അപ്പം ഞാൻ പറഞ്ഞു ഇതെന്താ. അപ്പോൾ ആളുകൾ പുതിയ ജനറേഷൻ്റെ ഒരു രീതിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം ഒരുപാട് പേര് കാണുന്ന ഈ മക്കളുമായിട്ടുള്ള ഇതാണ്. അത് ഞാൻ പറഞ്ഞത്, നമ്മളെപ്പോഴും ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഹ്യൂമർ ഏരിയ പിടിക്കുന്നതാണ്, ക്രിയേറ്റീവ് ഏരിയയാണ്. അപ്പം ഞാൻ ചെയ്യുന്നത് മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതലായിട്ട് ചെയ്യുക. അവർ രണ്ടുപേരുടെ വരുമ്പോൾ അവർക്കും എല്ലാവരും സ്കൂളിലും അവളെയൊക്കെ അറിയാം. അപ്പോൾ നമ്മളൊരു കലാകാരനാണെന്നുള്ളതിലുപരി ഇവരുടെ ടാലൻറ്റ് എന്താണെന്ന് അറിയുന്നതിലൂടെയാണ്. അപ്പോൾ അതിനകത്ത് വരുന്ന നമ്മുടെ ഏറ്റവും ഹാപ്പി ആയിരിക്കുന്ന മൊമെൻ്റ് എന്താ വെച്ചാൽ, അതിനകത്തുള്ള ഏറ്റവും കൂടുതൽ കമൻസ് അച്ഛനെ വെല്ലുന്ന മക്കൾ എന്നായിരിക്കും. മനസ്സിലായോ? നിങ്ങൾ കുറച്ചൊന്ന് അഭിനയം അവരെ കണ്ട് പഠിക്കൂ. നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ മക്കൾ അവരുടെ പെർഫോമൻസിന് മുമ്പിൽ നിങ്ങൾ ഒന്നും അല്ലാതായി പോയി, അല്ലെങ്കിൽ അവർ പെർഫോം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അഭിനയം ആദ്യം എങ്ങനെയാണെന്നുള്ളത് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് വരും പലതും. പക്ഷെ ആക്ച്വലി അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എനിക്ക് ഏറ്റവും സന്തോഷം ഒരു പക്ഷേ അതാണ്.